ഇത് കത്തണമില്ല പോഞ്ഞിട്ട് പേപ്പറോ കടലാസ് എന്തെങ്കിലും ഇടാൻ പറഞ്ഞ മല്ലിക. ഓ എവിടെയാണ്? ഇതാ ഇവിടെ അടുക്കളയിലും. പിള്ളേരോ? അവരെല്ലാരും ഇവിടെ ഉണ്ട്. എന്താണ്? ഞാൻ എന്താ വെള്ളം ചൂടാക്കുക. എന്താണ് പോയ കാര്യം? എന്തായി പോയ കാര്യം? നീ പറഞ്ഞ പോലെ തന്നെ അതൊന്നും കിട്ടില്ല പറഞ്ഞല്ലേ. മധ്യസ്ഥൊക്കെ വെച്ചു പാർട്ടിക്കാരായിട്ട് മധ്യസ്ഥം വെച്ചു. തന്നില്ല അല്ലേ? നമ്മുടെ തോട്ടം നാരായണന്റെ അയാളുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ സുഖു ഉണ്ടായിരുന്നു. പാർട്ടിന്റെ നേതാവ് സുഖു ഇല്ലേ, അവരുണ്ടായിരുന്നു. പിന്നെ കുറെ പ്രവർത്തകരൊക്കെ ഉണ്ടായിരുന്നു. പാർട്ടി ഓഫീസിലാണ് പോകാൻ പറഞ്ഞത്. ഇന്നലെ ഞാൻ പറഞ്ഞല്ലേ 10 മണിക്ക് ഞാൻ വിളിക്കാൻ പറഞ്ഞല്ലേ. വന്നിട്ടില്ല. 2-3 മണി വന്നിട്ടില്ല. എന്താ പറ്റിച്ചാണപ്പോ തരാ പറഞ്ഞിട്ട്? 5 കൊല്ലമായില്ലേ? 5.5 കൊല്ലമായി. 4-5 കൊല്ലം കഴിഞ്ഞല്ലോ. ഇപ്പോഴെന്താ അറിയോ, എന്റെ ഇപ്പൊ കൂട്ടിയാൽ നടക്കില്ല. ഒരു 6 മാസം കൂടി തരുന്നു. ഇനി 1 കൊല്ലം വരെ നീട്ടി കൊടുക്കാവന്. 5.5 കൊല്ലം 6 കൊല്ലം ആകാനായിട്ട് ഇനിയും തരില്ല പറഞ്ഞ എന്താ അത്? ഇങ്ങനെ പറ്റിക്കേ? പൊട്ടുപോയി. ഞാൻ അപ്പോഴും പറഞ്ഞു കൊടുക്കണ്ടെന്ന്. പറ്റിക്കുന്ന ജാതിയാണ് നമുക്ക് അറിയാം. അറിഞ്ഞുകൊണ്ട് പെട്ടതാണ്. നമ്മുടെ ആവശ്യത്തിന് 10 റുപ്യ ഉണ്ട്. അപ്പൊ കൊടുക്കുമ്പോ ആലോചിക്കണ്ടേ? അവൻ ചതിയനാണ്. പിന്നെ അവര് പറയാതിരിക്കുവോ? ഇത്രയും വിവരമുള്ള ആള് ഈ ചങ്ങാതി കൊടുക്കുവാന്ന്. അല്ലെങ്കിലും അവര് പറഞ്ഞ കാര്യം ശരിയാണല്ലോ. പോയിട്ട് ഒന്നും ഇല്ലാണ്ട് മിണ്ടാതൊക്കെ ഇതാ വന്നിരിക്കുന്നു. എന്താ പറഞ്ഞത്? എന്ത് പറയുമ്പോഴും നീ വാങ്ങി കൊടുക്കണം. ഇങ്ങനെ പറ്റുമോ? പറ്റില്ല. 3-4 ലക്ഷം റുപ്യ തരാനില്ലേ? 5-6 കൊല്ലം കൊടുക്കണ്ട തന്നെ. പിന്നെ കൊടുത്തില്ല, എന്റെ ഇല്ല. അപ്പോഴും പറഞ്ഞു കൊടുക്കണ്ടെന്ന്. ഞാന് അത് കേട്ടില്ലല്ലോ. എങ്ങനെ പെണ്ണുങ്ങളുടെ വാക്ക് കേൾക്കില്ലല്ലോ. രേഖ റെക്കോർഡും ഇല്ലല്ലോ. നിങ്ങൾക്ക് രേഖ റെക്കോർഡോ പാർട്ടിക്കാർ ചോദിക്കുന്നത്? അല്ലെങ്കിൽ അവര് ചോദിക്കുന്നത് കറക്റ്റ് ആണല്ലോ. ഇതും കൊണ്ട് ഇപ്പൊ നമ്മ കോടതിയിലെ സ്റ്റേഷനിൽ പോയാൽ നമ്മള് കുറ്റക്കാരാവും. പിന്നെ നിങ്ങൾ എന്തിനു കൊടുത്തു ചോദിക്കും? നിങ്ങൾ എന്ത് കണ്ട് കൊടുത്തു ചോദിക്കില്ല അവര്? പറ്റി പറഞ്ഞ കാര്യമില്ല. പറ്റി ഇനിയിപ്പോ എന്ത് ഇപ്പൊ തരാ പറഞ്ഞു? എത്തുംപിടിയും കിട്ടില്ല. കയ്യിലുള്ള കാശും പോയി. ഇത് ബാക്കി നമ്മൾ വെളിയിൽ നിന്ന് പലിശ വാങ്ങി കൊടുത്തുകൊണ്ടിരിക്കുകയല്ലേ. പലിശ ആഴ്ചക്ക് പലിശ കെട്ടുണ്ടല്ലോ അവിടെ ഇവിടെ ആയിട്ട്. എങ്ങനെ നമ്മുടെ കുടുംബം നേരെയാവും? പലിശ കെട്ടി പിന്നെ നേരെയാവോ? രോഗം 56 നമ്മ ഈ കടം പൊട്ടാൻ വേണ്ടി അവിടെ നിന്ന് കല്യാണം കഴിഞ്ഞ് തരാൻ വേണ്ടി വാങ്ങിച്ചത്. മകളുടെ കല്യാണം കഴിഞ്ഞത് അവര് കുട്ടിയായി. ഇനി എപ്പോഴാ തരുന്നത്? ഇനി ആ കുട്ടിയുടെ കല്യാണത്തിന് തരൂല്ലേ? പറ്റിക്കുന്ന ജാതികള്. ഞാൻ അപ്പോഴും പറഞ്ഞു കൊടുക്കണ്ടെന്ന്. കേട്ടില്ലല്ലോ. എന്ത് സങ്കട സാക്ഷി? തരുന്ന ആളുകൾക്കാണെങ്കിൽ കൊടുത്താ നമുക്ക് ശരി പറയാം. കൊടുത്തപ്പോഴോ ഞാനും പറഞ്ഞില്ല അവിടെ നിന്ന് കൊടുക്കണ്ടെന്ന്. കേട്ടില്ലല്ലോ. ഏത് കോടതിയിലും പോകണ്ട. തന്ന കിട്ടി തരുന്നത് വാങ്ങിക്കാന്ന് മാത്രം. അല്ലാണ്ട് ഏത് കോടതിയിലും പോകണ്ട. എവിടെയും പോകാൻ പറ്റില്ല. പോയാൽ നമ്മൾ തന്നെ കുറ്റക്കാരാവും. നിങ്ങൾ എന്ത് കൊണ്ട് കൊടുത്തു ചോദിക്കുവര്. നല്ല രേഖയുണ്ട്, റെക്കോർഡ് ഉണ്ട്, ഒന്നുമില്ലല്ലോ. അപ്പോഴും എന്റെ മനസ്സിലുണ്ടായിരുന്നു എന്തെങ്കിലും എഴുതി വാങ്ങിക്കാന്ന്. എന്തെങ്കിലും എഴുതി വാങ്ങിക്കേ. ഞാൻ പറഞ്ഞല്ലോ ആധാരം വാങ്ങി പണയം വെച്ചു പറയില്ലേ. ആധാരം ഒന്നും വാങ്ങണ്ട. ഒരു വെള്ള പേപ്പറിൽ എഴുതി വാങ്ങിച്ചാണെങ്കിൽ നമുക്കതൊരു ഉറപ്പായി. വെള്ള പേപ്പറിൽ ആകെ ഭൂലോക തരികടയാണ് പറയുമ്പോ എന്താ അറിയോ, ലോകം മുഴുവൻ വാങ്ങിയിരുന്നത്. ഈ 4 ലക്ഷം റുപ്യ ഏത് കാലത്ത് തരും പറഞ്ഞിട്ട് നമ്മ ഇരിക്കിന്. മകളുടെ കല്യാണം കഴിഞ്ഞ് പേരക്കുട്ടിയായി. ഇനിയിപ്പോ ആ കുട്ടിയുടെ കല്യാണത്തിന് മണിയേട്ടൻ മറ്റൊരാളെ അവിടുത്തെ ഒരു പ്രവർത്തകനാണ്. അയാളും പറയണേ ഈ ചങ്ങായി ലോകം മുഴുവൻ വാങ്ങിക്കൂട്ടിയിരുന്നു. അറിഞ്ഞറിഞ്ഞു കൊടുത്തപ്പോഴോ പോയത്. ഇനി അത് കിട്ടും തോന്നില്ല. 10 പൈസ തരില്ല, അത് ഉറപ്പിച്ച് ഞാൻ പറയാം. ആലോചിക്കാണ്ട് ചാടി കുഴി പോയി ചാടിയിട്ട് അയ്യോ കുഴി പൊട്ടു പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്ത് വിഷമം? ഇപ്പോഴാണ് തലി കൈ വെക്കുന്നത്. നേരത്തെ കൊടുക്കുമ്പോ അറിയണം. ഇപ്പൊ തലി കൈ വെച്ചത് കൊണ്ട് കാര്യമായില്ല. എന്താ സങ്കടം സാക്ഷ്യം പറയണം. എന്തിന്? എന്റെ ഇരിപ്പില്ല, എന്റെ കെട്ടിയുള്ള ആശുപത്രിയിലാണ്, കുട്ടികൾക്ക് സുഖമില്ലാണ്ട് ആശുപത്രി കൊണ്ടുപോയി. അതിനെന്തിനു മാസം ഒരു 10 രൂപ കൊണ്ട് തന്ന് നമ്മുടെ കടം വീടുമല്ലോ. അതിന് കാണേണ്ട വഴിയല്ലേ. ഫോൺ ഓഫ് ആയിക്കൊണ്ടേ ഇരുന്നോട്ടെ. അവര് കുടുംബക്കാരടുത്ത് പോയിട്ട് പറയാം. പാർട്ടിക്കാരന്റെ അടുത്ത് പരാതി കൊടുത്തപ്പോഴാണ് പറയുന്നത് നാളെ 10 മണിക്ക് പോയപ്പോ വന്നിട്ടല്ലേ. അവരെന്ത് ചെയ്യുന്നു? കൊടുക്കുമ്പോ ആരും അറിയില്ല. തരാണ്ടിരിക്കുമ്പോ സർവത്ര ആളും അറിയും.